ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി KFC ചിക്കന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും KFC ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ കഴിയും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ 250 ഗ്രാം, അതുപോലെ സവാള വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, 2 കോഴിമുട്ട, 1 ചെറുനാരങ്ങ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് മൈദ, അതുപോലെ തന്നെ മുക്കി പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓട്സ്. ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കാണാം. ഇനി നമുക്കത് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു വലിയ ബേസൺ എടുക്കാം. ഈ ബേസണിലിട്ടാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഗരം മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് മുട്ടയുടെ മിക്സിൽ മിക്സ് ചെയ്ത് ഓട്സിൽ മുക്കി പൊരിക്കാം. ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് മുട്ടയുടെ മിക്സ് ഒഴിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ടയുടെ മിക്സ് തയ്യാറാക്കണം. അതിലേക്ക് നമുക്ക് 2 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് സവാള വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതൊഴിച്ച് ഒന്ന് ചിക്കനുമ പുരട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു 1 to 2 hours സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മാവൊന്ന് ഒഴിച്ച് നോക്കിയാണ്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഓരോ പീസസും ഓട്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണം. ഇങ്ങനെ ഓരോ പീസസും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമ്മിലിടാൻ ഒട്ടും മറക്കരുത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സിമ്മിലിട്ടിരിക്കുന്നത്. അപ്പോൾ സിമ്മിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വേവണം. അങ്ങനെ എല്ലാ പീസസും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ 2 സൈഡും ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ ഓയിലൊന്ന് പോകുന്നതിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി KFC നമുക്ക് ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.